ഓക്കെ, നമുക്കപ്പം മൊഡ്യൂള് 2 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 1 എളുപ്പമായിരുന്നല്ലോ, അതേപോലെ തന്നെ സിമ്പിളാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് പ്ലാനിങ് ടെക്നിക്സിനെ കുറിച്ചാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ്, എന്താണ് മാർക്കറ്റിംഗ് പ്ലാൻ, എന്താണ് ഒരു പ്ലാൻ, ഇതൊക്കെയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഇത് തന്നെത്താനെ എഴുതാം. ആ പേരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെത്താനെ യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതാവുന്നതേ ഉള്ളൂ, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് പ്ലാനിങ് എന്ന് നോക്കാം. പ്ലാനിങ് എന്താ? ഇപ്പോൾ നമ്മളൊരു ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചെയ്യുന്ന സംഭവമല്ലേ പ്ലാനിങ്. ടൂറിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യും, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ സാധനങ്ങൾ വേണം, എത്ര ദിവസം പോകണം, അങ്ങനെ പല പല കാര്യങ്ങളില്ലേ. നമ്മളത് ഓർഡർ അനുസരിച്ച് പ്ലാനിങ് ചെയ്തില്ലേ. ആ സംഭവം തന്നെ ഒരു കമ്പനിയിൽ വരുമ്പോഴുള്ളതാണ് മാർക്കറ്റിംഗ് പ്ലാനിങ്. അതായത് അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആക്കാൻ വേണ്ടി അവർ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് അവർ സെലക്ട് ചെയ്യേണ്ടത്, ഇതാണ് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിലോട്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ മാർക്കറ്റിംഗ് പ്ലാൻ ഇൻകോർപ്പറേറ്റിംഗ് ഓവറോൾ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അറിയാമല്ലോ, ഒരു കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുമല്ലോ, ഒരു ഗോൾ. ആ ഗോളിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ മാർക്കറ്റിംഗ് പ്ലാൻ. അതിൻ്റെ സ്ട്രാറ്റജീസും അതിന് വേണ്ടി ആ ഒബ്ജക്റ്റീവ്സ് സക്സസ് ആയിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഓഫ് ആക്ഷൻസ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സാധനമാണ് മാർക്കറ്റിംഗ് പ്ലാനിങ്. ഇതിനുള്ളതാണ് മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഓർഗനൈസേഷൻസ് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്സ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ടൂർ പോകാൻ എഴുതി വെക്കത്തില്ലേ, ഇപ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, വേണ്ട സാധനങ്ങൾ ലിസ്റ്റൊക്കെ എഴുതി വെക്കുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് ഈ മാർക്കറ്റിംഗ് പ്ലാൻ എന്നും. അതൊരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. ആ എങ്ങനെയൊക്കെ നമ്മൾ സക്സസ് ആവാനാണ്, ഫ്യൂച്ചർ ഈ പ്രൊഡക്റ്റ് സക്സസ് ആവാനുള്ള പ്രൊസീജിയേഴ്സിനെ എഴുതി വെക്കുന്നതാണ് മാർക്കറ്റിംഗ് പ്ലാൻ. അത് പല കാര്യങ്ങളുള്ള അഡ്വർടൈസിങ് മെത്തേഡ്സ് ആവാം, പിന്നെ എങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, ഡയറക്റ്റ് സെല്ലിംഗ് ആണോ, ഇൻ്റർമീഡിയറ്റ് വെച്ചുള്ള സെല്ലിംഗ് ആണോ, ഇതെല്ലാം ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് മാർക്കറ്റിംഗ് പ്ലാൻ. ഇനി മാർക്കറ്റിംഗ് പ്ലാനിങ് പ്രോസസ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ബേസിൽ ഇതൊരു 90% സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യനാണ് മാർക്കറ്റിംഗ് പ്ലാനിങ് പ്രോസസ്സ്. ഓക്കെ, വർഷങ്ങളായിട്ട് റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ് പ്ലാനിങ് പ്രോസസ്സ് എന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഫോർ ഹൗ ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, കുറേ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. ഒരു 10 ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് ഈ മാർക്കറ്റിംഗ് പ്ലാനിങ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. എൻ്റെ ചെറിയൊരു ഷോർട്ട് കട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. SFI MC2M5, അതായത് ടോട്ടൽ M6 ഉണ്ട്. നോക്കാം 10 ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ആണ് മിഷൻ, സെക്കൻഡ് വൺ ഈസ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ്, തേർഡ് മാർക്കറ്റിംഗ് ഓഡിറ്റ്, ഫോർത്ത് SWOT അനാലിസിസ്, ഫിഫ്ത്ത് മാർക്കറ്റിംഗ് അസംഷൻസ്, 6 മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, 7 forecast the expected results, 8 create alternative plan, 9 marketing budget, and 10 is the implementation and evaluation. ഓക്കെ, 10 നോക്കിയല്ലോ. ഇനി നമ്മൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റാണ് മിഷൻ. മിഷൻ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോൾ ഒരു ഓഫീസിലോട്ടൊക്കെ ചെല്ലുമ്പോൾ, അത് നമ്മുടെ കോളേജിൽ തന്നെ ചെല്ലുകയാണെങ്കിൽ സ്റ്റാഫ് റൂമിലൊക്കെ എഴുതിയിട്ടുണ്ട് മിഷൻ, വിഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു വിഷനും കാണും. അതൊക്കെ മിഷൻ എന്താണെന്ന് നോക്കാം. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ സ്ട്രേറ്റ് ഫോർവേഡ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് വൈ ആൻ ഓർഗനൈസേഷൻ ഈസ് ഇൻ ബിസിനസ്. ഇറ്റ് പ്രൊവൈഡ്സ് ബേസിക് ഗൈഡ് ലൈൻസ് ഫോർ ഫർദർ പ്ലാനിങ് ആൻഡ് എസ്റ്റാബ്ലിഷസ് പാരാമീറ്റേഴ്സ് ഫോർ ഫ്യൂച്ചർ. അതായത് നമ്മൾ എന്താണ് മിഷൻ, ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ കമ്പനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഒരു കമ്പനിക്ക് വളരെ അത്യാവശ്യമായ സംഭവമാണ്. നമ്മൾ ഏതൊരു കമ്പനിയുടെ വെബ്സൈറ്റിലോ എവിടെ കയറിയാലും നമുക്ക് കാണാൻ പറ്റും മിഷൻ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കോർപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ്സ്. ഇതാണ് ഗോൾസ്, അതായത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഗോളാണ് ഈ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഫൈനൽ ഒരു കമ്പനി എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഗോൾസ് ടു ബി അച്ചീവ്ഡ് വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അപ്പം ഒരു കമ്പനി ഇപ്പോൾ ഒരു സാധനം നമ്മുടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ
അതൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് അവരാദ്യം തന്നെ ഒരു സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പം ഒരു മൊബൈൽ ഇറക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഇത്ര യൂണിറ്റ്സ് അതിൻ്റെ സെല്ല് ചെയ്യാം, അതിൽ നിന്ന് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അവരുടെ ആ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗോള്. ഓക്കെ, ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ടുഗദറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ കമ്പനിക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാണും, സെയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കാണും, ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കാണും. ഇതെല്ലാം കൂടെ ടുഗദറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ കോപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിഷൻ സ്റ്റേറ്റ്മെൻറ്റും ഈ കോപ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, കമ്പനിക്ക് പറഞ്ഞല്ലോ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ MDs അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഈ 2 കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള 8 പ്രോസസ്സുകളും സെറ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, ഇനി നോക്കാം മൂന്നാമത്തെ മൂന്നാമതാണ് മാർക്കറ്റിംഗ് ഓഡിറ്റ്. ഓഡിറ്റ് എന്നറിയാലോ, നമ്മൾ ഈ ഫൈനാൻസിൽ വരുന്നൊരു വിഭാഗമാണ് ഓഡിറ്റ്. നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ലോസ് ഉണ്ടായോ, എത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇതെല്ലാം കണക്ക് പ്രകാരം ഓഡിറ്റ് ചെയ്യുന്നതാണ് ഈ മാർക്കറ്റിംഗ് ഓഡിറ്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അനലൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ആക്ടിവിറ്റീസ്, പ്രോബ്ലംസ്, ഗോൾസ് ആൻഡ് റിസൾട്ട്സ്. It is done at the beginning and at a series of points during the implementation of plan. നമ്മളൊരു പ്ലാൻ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ ഓഡിറ്റ് നടത്തും. അത് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, എത്രത്തോളം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ചിലവായെന്ന്. പിന്നെ ഓരോ സെറ്റ് ഓഫ് ഇൻ്റർവെൽസിലും നമ്മൾ ഈ ഓഡിറ്റ് നടത്തും, ഈ കമ്പനി ഓഡിറ്റ് നടത്തും. കാരണം അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മാർക്കറ്റിംഗ് ഓഡിറ്റ് നടത്തുന്നത്. Okay, it clarifies the opportunities and threats so that required alterations can be done. Next one is the SWOT analysis. SWOT എന്ന് പറഞ്ഞാൽ the full form strength, weakness, opportunities and threat എന്നാണ്. S for strength, W weakness, O opportunities and T for threats. It looks at organization's marketing effort and its strengths, weakness, opportunities and threats related to marketing functions. ഇതാണ് SWOT അനാലിസിസ്. പിന്നെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇൻറ്റേർണലായിട്ടുള്ള ഫാക്ടറാണ്. കമ്പനിക്ക് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, പിന്നെ ആ കമ്പനിയിലുള്ള വീക്ക്നെസ് എന്തൊക്കെയാണ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ മോശമാണോ, ലേബേഴ്സ് ക്വാളിറ്റി ഇല്ലാത്തവരാണോ, അങ്ങനെയൊക്കെ ഉള്ളതാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റും കമ്പനിക്ക് വെളിയിലുള്ള ഫാക്ടേഴ്സാണ്. ചിലപ്പം ഈ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റും. കോമ്പറ്റീറ്റേഴ്സ് വളരെ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ത്രെറ്റും കൂടുതലായിരിക്കും. ഓപ്പർച്യൂണിറ്റീസും അതിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം മൊബൈൽ ഫോണിൻ്റെ കാര്യം തന്നെ, ഇപ്പം മാർക്കറ്റിൽ ഇപ്പം ഈ ജൂൺ മാസത്തിൽ മൊബൈൽ ഫോണിന് കൂടുതൽ ഡിമാൻഡുള്ള കാലമാണ്. കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് സ്റ്റുഡൻസ് കൂടുതൽ മൊബൈൽ വാങ്ങിക്കുന്നൊരു ഘട്ടമാണിത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളതാണ് ഈ ടൈം. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാർക്കറ്റിംഗ് അസംഷൻസ്. അപ്പം നമ്മളൊരു ഒബ്ജക്റ്റീവ് സക്സസ്ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറച്ച് അസംഷൻസ് ചെയ്യേണ്ടി വരും ഒരു കമ്പനിക്ക്. അതിനാണ് നമ്മൾ മാർക്കറ്റിംഗ് അസംഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ 1-2 അസംഷൻസ് ഉണ്ട്. ടാർഗറ്റ് ബയർ അസംഷൻസ്. ടാർഗറ്റ് ബയർ എന്ന് പറഞ്ഞാൽ ആരാണ് എൻഡ് യൂസർ എന്നുള്ളത്, അതിനെക്കുറിച്ചൊരു അസംഷൻ നടത്തും. പിന്നെ ഓഫറിങ് അസംഷൻസ്, അതായത് പ്രൊഡക്റ്റിന് വേണ്ടി കൊടുക്കേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ച് ഓൾറെഡി ഒരു അസംഷൻസ് നടത്തിയിട്ട് വേണം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. അതാണ് ഓഫറിങ് അസംഷൻസ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ്. ഇറ്റ് റിഫ്ലെക്ട്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റിഫ്ലെക്ട്സ് വാട്ട് ആൻ ഓർഗനൈസേഷൻ ക്യാൻ അക്കംപ്ലിഷ് ത്രൂ ദ മാർക്കറ്റിംഗ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഒബ്ജക്റ്റീവ് തന്നെയാണ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ്. ഈ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി ചൂസ് ചെയ്യാൻ പോകുന്ന ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ് അതിൻ്റെ സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് വൺ ഈസ് ഫോർകാസ്റ്റ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. അതായത് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഹാവ് ടു ഫോർകാസ്റ്റ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. ദേ ഹാവ് ടു പ്രൊജക്ട് ദ ഫ്യൂച്ചർ നമ്പേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ട്രെൻഡ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്. ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? മുൻകൂട്ടി കാണുക,
ഇതിനാണ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് തന്നെ ഉണ്ടാകുന്ന എൻഡ് റിസൾട്ട്, ഫ്യൂച്ചറിൽ എന്താണ് ആ പ്രൊഡക്റ്റിന് സംഭവിക്കാൻ പോകുന്നതിന് എന്നുള്ളതിനൊരു ഫോർകാസ്റ്റ് ചെയ്യാം. നേരത്തെ ഒരു മുൻധാരണ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് വേണം അവരുടെ സെറ്റ് ഓഫ് ആക്ഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഇൻ കേസ് ഈ അവരുദ്ദേശിച്ച പോലല്ല പ്രൊഡക്റ്റിൻ്റെ സെയിൽ എങ്കിൽ അതനുസരിച്ച് അതിനുള്ള മോഡിഫിക്കേഷൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫോർകാസ്റ്റിംഗ് കസ്റ്റമർ റെസ്പോൺസ്. അതായത് അത് പറയുന്നത് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ കസ്റ്റമർ അതിനെ എങ്ങനെ സ്വീകരിക്കും, അവർക്ക് അതിലോട്ടുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്ന് ഫോർകാസ്റ്റ് ചെയ്യണം. പിന്നെ മാർക്കറ്റിംഗ് കോസ്റ്റ്, അതറിയാമല്ലോ, മാർക്കറ്റിൽ എത്രത്തോളം എമൗണ്ട് ചിലവാകും എന്നുള്ളതിൻ്റെയാണ് മാർക്കറ്റിംഗ് കോസ്റ്റ്. ദെൻ ഫോർകാസ്റ്റിംഗ് ദ മാർക്കറ്റ്, അതായത് കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, അവരുടെ ബൈ ചെയ്യുന്ന ഡിസിഷൻസും അവരുടെ ടെൻഡൻസീസും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ് ദ കോമ്പറ്റീഷൻ. എങ്ങനെയൊക്കെ കോമ്പറ്റീഷൻ വരുമെന്നും നേരത്തെ മുൻകൂട്ടി ധാരണം. ഇപ്പം നമ്മൾ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ആ മൊബൈലൊരു മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ തന്നെ അതിന് എങ്ങനെയൊക്കെ കോമ്പറ്റീഷൻ വരാമെന്നുള്ളത് മുൻകൂട്ടി കണ്ടിരിക്കണം. ഇപ്പോൾ ഐഫോൺ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ സാംസങ് അതിന് കോമ്പറ്റീഷനായിട്ട് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് വെച്ച് ആൻഡ്രോയിഡ് ഫോൺ ഇറക്കുന്നില്ലേ. അപ്പം ഐഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന ആപ്പിൾ അവർ മുൻകൂട്ടി കാണണം ഈ കോമ്പറ്റീഷൻ, അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അവർ ഇറക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്രിയേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് പ്ലാൻ. നമുക്ക് പറയാമല്ലോ, പ്ലാൻ എ ഫെയിലായാൽ പ്ലാൻ ബി ഉണ്ടായിരിക്കണമെന്ന്. അതുതന്നെ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് കെപ്റ്റ് റെഡി ടു ഇംപ്ലിമെൻറ്റ് അറ്റ് ദ പ്ലേസ് ഫോർ പ്രൈമറി മാർക്കറ്റിംഗ് പ്ലാൻ ഇഫ് ദ പ്രൈമറി മാർക്കറ്റിംഗ് പ്ലാൻ ഈസ് ഡ്രോപ്ഡ്. അതായത് സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വിചാരിച്ച പോലെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കറ്റിംഗ് പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് documenting the expected cost of the proposed marketing plan. ഓഡിറ്റിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ സക്സസ്സായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഒരു കമ്പനിക്ക് ചിലവാകുന്ന എമൗണ്ടാണ് ഈ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. അപ്പം ഈ ഒരു കമ്പനി ആ പ്രൊഡക്റ്റ് സക്സസ് ആവണമെങ്കിൽ അവർ നേരത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന എമൗണ്ടിനുള്ളിൽ തന്നെ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുമ്പോഴാണ് സക്സസ് എന്ന് പറയാൻ പറ്റുന്നത്. Okay, next one is implementation and evaluation. It's the last process. Implementation and evaluation, അതായത് ഈ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റീവ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളതിനെ വിലയിരുത്തുക, സക്സസ് ആണോ ഫെയിലാണോ എന്ന് വിലയിരുത്തുന്നതിനാണ് ഇവാലുവേഷൻ പറയുന്നത്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു ബി ഇവാലുവേറ്റഡ് ആൻഡ് അപ്ഡേറ്റഡ്. ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അത് ലോസിലേക്കാണോ എന്നിവ. അപ്പം നമുക്കതിനെ കൂടുതൽ മോഡിഫൈ ചെയ്തിട്ട് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് 10 സ്റ്റെപ്സ്. ഒന്നുകൂടെ നോക്കാം. മിഷനുണ്ട്, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ്, മാർക്കറ്റിംഗ് ഓഡിറ്റ്, സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെറ്റ് അനാലിസിസ്, മാർക്കറ്റിംഗ് അസംപ്ഷൻസ്, മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, forecasting the expected results, creating an alternative plan, and marketing budget, implementation and evaluation. Okay, നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം, ബാക്കി നാളെ നോക്കാം. ഓക്കെ.